ഉൾത്തുടുപ്പുകൾ ആലങ്കാരിക ഭംഗിയോടെ മാറ്റിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയ്ക്ക് ദൃശ്യസാക്ഷി നൽകുവാൻ ഞങ്ങൾ ശ്രമം നടത്തുകയാണ്. മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള പൂതക്കളിയുമായി ഒരു ഐതിഹ്യബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം. ഏവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ? പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ മുന്നിൽ പോയ ഭൂതം തെറ്റ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാണ് അത്. അത് കേട്ടാൽ അമ്മുന്റെ സംശയങ്ങളൊക്കെ മാറും. പിന്നെന്താ, ദാ കേട്ടോളൂ. തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിൽ പട്ടു വിരിച്ചിട്ട് അറുതണെ പൂന്തുട തട്ടിയുറക്കിയിട്ടു ചാഞ്ഞുമയക്കും നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാലും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളിൽ ഒന്നണയും പൊൻകതിൽ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും
ഒരു നാഥൻ ഉത്തമര ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടിയേ പൊന്നുണ്ണി പൂങ്കരൾ ഒന്നണയും പൊൻകതിർ വണ്ടുകൊടിൻ വടിവിരലും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുടയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിനിടയിരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ ഉത്തമര ചോട്ടിനും പെൺകൊടി ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവൂ കാട്ടിലിതാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ എന്നോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതൻ സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറപടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടുണ്ടാവും അല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിളവു വന്നില്ല എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീറ്റിൽ കളിക്കും പരൽ മീനല്ല നീളവേ നിശ്ചലം നിന്നുപോയി കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടിൽ ഇരുന്ന് പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖീ തേങ്ങലുകൾ പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു? പൊന്നും മണികളും കിഴികെട്ടി തന്നിടാ പൊന്നാരത്തെ ഞാനെടുക്കും ഒന്നും നോക്കാതെ അമ്മടി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലർപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികണ്ടേ ഭൂതമേ നീ. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിദ്യ എടുത്തു.
ഉമ്മയെഴുത്തി ഉമ്മ കൊളുത്തി തഞ്ചിതമോദം മൂർധാവിങ്കൽ തടകി തടകി പുൽകിയ വാരെ വേറിട്ടൊന്നെന്തോതിയേറ്റാൻ പെറ്റവയറ്റിനെ വഞ്ചിക്കുന്നൊരു കൊട്ടപ്പൂതമിതെന്നു കയത്താൻ കാവം കൊണ്ടു വിതക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അപ്പൊ ഭൂതം എന്ത് ചെയ്തു? അതല്ലേ കേൾക്കട്ടെ. ഞെട്ടിയിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കേ എന്നുടെ നേരെ കോപമിതേറെ കരുതരുതെന്നെ നീട്ടിടൊല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ തൊഴുതു വിതച്ചേ നിന്നോ ഭൂതം ഒറ്റു മടങ്ങിയണങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടെ കണ്ടമുണങ്ങി പൂക്കും കാലം കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണീക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമതങ്ങി തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാളോടാളുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാവരും ഉണ്ണി അന്വേഷിച്ച് വരണതാ ഭൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കവിടെ ചെല്ലാം. മുത്തശ്ശി എത്ര പാവാ ഭൂതം, അല്ലേ? മനുഷ്യനായാലും ഭൂതായാലും